തിരുവനന്തപുരത്ത് ദേശീയപാത ബൈപ്പാസിൽ ലുലുവിന് സമീപം കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ടൈൽസ് ഇറക്കുന്നതിനിടെ അട്ടിമറിഞ്ഞ് വീണ് അതിഥി തൊഴിലാളി മരിച്ചു. 2 പേർക്ക് പരിക്കുണ്ട്. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് എത്തിച്ച ടൈൽ ഇറക്കുന്നതിനിടെയായിരുന്നു അപകടം. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഞാൻ ഓഫീസിലേക്ക് വരുന്ന സമയത്താണ് ഈ അപകടം അവിടെ നടന്നതെന്ന് മനസ്സിലാക്കുന്നു. വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ക്രെയിൻ എത്തിച്ച് ഈ ടൈല് പൊക്കാനുള്ള ശ്രമമാണ് അപ്പോൾ നടന്നത്. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്ന വിവരമുണ്ട്. പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ എന്താണ് ലഭ്യമാകുന്ന വിവരം? ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ലുലു മാളിന് എതിർവശത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് ഇറക്കാനായി കണ്ടെയ്നറിൽ മാർബിളിൽ എത്തിച്ചത്. അത് കണ്ടെയ്നറിൽ നിന്ന് ഇറക്കുന്നതിനിടയിലാണ് അതിന്റെ ഒരു വശത്ത് നിന്ന് ഭാരം ഏറിയ ഒരു വശത്ത് നിന്ന് വലിയൊരു മാർബിൾ പൊട്ടി ഈ 3 തൊഴിലാളികളുടെ ദേഹത്തേക്ക് പതിച്ചത്. ഉടൻ തന്നെ ഇവരെ അവിടെ പുറത്തെടുക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും ശേഷിച്ച കൂടി ഈ 3 പേരുടെയും ശരീരത്തിലേക്ക് പൊട്ടി വീഴുകയായിരുന്നു. തുടർന്ന് ഉടൻ അഗ്നിശമന ഓഡിയോയിൽ അല്പം വ്യക്തത കുറവുണ്ട്. ഡാനിനെ ഒന്ന് കൂടി ശ്രമിക്കാം. എന്തായാലും ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ദേശീയപാത ബൈപ്പാസിൽ ലുലുമാളിന് സമീപമാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന കെട്ടിടം. അവിടെ കണ്ടെയ്നറിൽ ടൈൽ എത്തിക്കുകയായിരുന്നു. ആ കണ്ടെയ്നറിൽ ലോറിയിൽ നിന്ന് ടൈൽസ് ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അട്ടിയായി വെച്ചിരിക്കുന്ന ടൈൽസ് ഇറക്കിയപ്പോൾ ഇത് മറിഞ്ഞ് അതിഥി തൊഴിലാളികൾക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഒരു അതിഥി തൊഴിലാളിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് വിവരം. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് എത്തിച്ച ടൈൽ ഇറക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഡാൻ, കേൾക്കാമോ? ഡാൻ, കേൾക്കാമോ? തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ലുലു മാളിന് എതിർവശത്തായിട്ട് ദാരുണമായ ഒരു അപകടത്തിൽ 32 വയസ്സുള്ള ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ടൈൽസ് ഇറക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിലാണ് 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. പരിക്കേറ്റ മറ്റ് 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ മാർബിൾ ഫലകങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക്, ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് ഈ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മറ്റ് 2 പേർക്ക് വലിയ തരത്തിൽ ശരീരത്തിൽ മുറിവുകൾ ഏറ്റിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ഒരു കോൺട്രാക്ടർ എന്നോടൊപ്പം ചെയ്ത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു 12 മണിയോടുകൂടി കണ്ടെയ്നർ സ്റ്റോക്ക് ഇവിടെ എത്തിയായിരുന്നു. അപ്പം യൂണിയൻകാരെ അറിയിച്ച് യൂണിയൻകാർ വന്നപ്പോഴത്തേക്ക് അവരെ കൊണ്ട് ഇറക്കാൻ പറ്റില്ലെന്നല്ല, അവർക്ക് ഒത്തിരി വർക്കുള്ളതുകൊണ്ട് അവർ പുറത്തുനിന്ന് ആളെ വെച്ച് ഇറക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ നമ്മളെ മൈജിയുടെ മേലെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ലോഡ് ഇറക്കുന്ന കൂട്ടരാണ്, ഈ നോർത്ത് ഇന്ത്യൻ സ്വദേശികളാണ്. അപ്പം പുള്ളി 3 പേര് കണ്ടെയ്നറിൻ്റെ അകത്തും 5-6 പേര് താഴെ നിന്ന് ഓരോ പീസായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ 2 ലെയറായിട്ടാണ് കണ്ടെയ്നറിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഒരു ലെയറിൽ നിന്ന് എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ താഴെ ഇറക്കി, ഒരു 10-20ഓളം പീസ് താഴെ ഇറക്കിയിട്ടുണ്ട്. ഇത് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇറക്കിയതിന് ശേഷം ബേക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊരു ലെയർ ഇന്ന് ഒരു അട്ടി മറിഞ്ഞ് പുള്ളിയുടെ പുറത്തൂടെ വരികയാണ്. അപ്പോൾ 2 പേര് 2 സൈഡിലും ഒരാൾ നടുക്കായിപ്പോയി. ഈ നടുക്കായി പോയ ആളാണ് മരണപ്പെട്ടത്. അപ്പോൾ ബാക്കി 2 പേരും ഈ കണ്ടെയ്നറിനകത്ത് വെച്ച് തന്നെയാണ് അപകടം. കണ്ടെയ്നറിനകത്ത് വെച്ചാണ് അപകടം. മറ്റേ അന്നേരം തന്നെ നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുകയും ഫയർഫോഴ്സും പോലീസും എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയും 2 പേരെ ജീവൻ രക്ഷിക്കാനും പറ്റി. ഒരാളെ മരണപ്പെട്ടത്, നടക്കുന്ന ആളാണ് മരണപ്പെട്ടത്. അത്തരത്തിലാണ് സംഭവം. പശ്ചിമബംഗാൾ സ്വദേശിയായ അഭിലിത് ബർമൻ എന്ന 32 വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്ന ഈ അപകടത്തിൽ. പേട്ട പോലീസാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് സമയോചിതമായി നടത്തിയ ഇടപെടലിലൂടെയാണ് മറ്റ് 2 പേരുടെ ജീവൻ രക്ഷിക്കാനായത്. അവരെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഇത്രയും വലിയ മാർബിൾ പാളികൾ അത്
അതിൽ ഏറ്റവും വലിയൊരു പാളി പൊട്ടി, അതിലൊരെണ്ണം പൊട്ടി വീഴുകയും തുടർന്ന് അതിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവ കൂടി ഈ 3 പേരും നിന്നിരുന്ന സ്ഥലത്തേക്ക് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ പതിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാകുകയും ഒരാൾക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തിരിക്കുന്നത്. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. എന്തായാലും ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഒരു അതിഥി തൊഴിലാളിയുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. 2 പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.